നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 15 മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഒടുവിൽ അവസാനമാകുന്നു. ഗാസയിൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായി ഇസ്രായേലും ഹമാസും. ബന്ദികളെ കൈമാറാൻ ഹമാസ് തയ്യാറായതോടെയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി ഇസ്രായേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്. താൻ അധികാരത്തിലെത്തിയാൽ ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ജനുവരി 19 പ്രാബല്യത്തിൽ വരുന്ന ആഴ്ചത്തെ പ്രാരംഭ കരാറിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ ക്രമേണ പിൻവലിക്കുകയും ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്ത പാലസ്തീൻ തടവുകാർക്ക് പകരം ഹമാസ് ബന്ദികളാക്കിയ ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യും. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ കരാറിലെത്തിയത്. ബന്ദികളെ മോചിപ്പിക്കാനും തീരുമാനമായത്. വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ആദ്യ പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. അതിനെ അപൂർണമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെന്നും അന്തിമ വിശദാംശങ്ങൾ തയ്യാറായി വരികയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച വൈകി പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ജോർജ് ബൈഡനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച കരാർ താൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നെതന്യാഹു ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കരാറിന്റെ അന്തിമ വിശദാംശങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഔപചാരിക പ്രതികരണം നൽകൂ എന്ന് നെതന്യാഹു ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഗാസയിലെ 15 മാസത്തെ വിനാശകരമായ യുദ്ധത്തിന് വിരാമമിട്ട് ഡസൻ കണക്കിന് ബന്ദികൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള വഴിയൊരുക്കുന്ന കരാർ അമേരിക്കയും ഖത്തറും പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന. വെടിനിർത്തൽ കരാർ ഞായറാഴ്ച നിലവിൽ വരുമെന്നും ബന്ദികളുടെയും പാലസ്തീൻ തടവുകാരുടെയും മോചനത്തിന് ധാരണയായെന്നുമാണ് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ 33 ഇസ്രായേലി പൗരന്മാരെ മോചിപ്പിക്കും. 1000 പാലസ്തീനി തടവുകാരെയാണ് ഇസ്രായേൽ കൈമാറുക. ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള വെടിനിർത്തലും ബന്ദി ഉടമ്പടിയിലും 3 ഘട്ടങ്ങളുണ്ട്. മധ്യസ്ഥനായ ഖത്തറിന്റെ അഭിപ്രായത്തിൽ 1ാം ഘട്ടം ഞായറാഴ്ച ആരംഭിക്കും. 6 ആഴ്ചത്തെ യുദ്ധം നിർത്തലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ ആരംഭിക്കലും ഇതിൽ ഉൾപ്പെടുത്തണം. ഏകദേശം 100 ബന്ദികളിൽ നിന്ന് 33 പേരെയും ഈ കാലയളവിൽ മോചിപ്പിക്കണം. എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വ്യക്തമല്ല. അവരിൽ സ്ത്രീകളും പ്രായമായവരും പരിക്കേറ്റവരും ഉൾപ്പെടുന്നു. 2ാം ഘട്ടം കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഈ ഘട്ടത്തിനായുള്ള ചർച്ചകൾ വെടിനിർത്തലിന്റെ 16ാം ദിവസം ആരംഭിക്കും. ഈ ഘട്ടത്തിൽ പുരുഷ സൈനികർ ഉൾപ്പെടെ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങും. എന്നാൽ ഹമാസിന്റെ സൈനിക രാഷ്ട്രീയ ശേഷി ഇല്ലാതാക്കുന്നതുവരെ പൂർണ്ണമായ പിൻവാങ്ങലിന് സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേൽ എല്ലാ സൈനികരെയും നീക്കം ചെയ്യുന്നതുവരെ അവസാനത്തെ ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസും പറയുന്നു. 3ാം ഘട്ടം ബാക്കിയുള്ള ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാനും ഗാസയുടെ ഒരു പ്രധാന പുനർനിർമ്മാണം ആരംഭിക്കാനും ആവശ്യപ്പെടുന്നു. ഗാസ വലിയ തോതിൽ നശിപ്പിക്കപ്പെടുകയും പതിറ്റാണ്ടുകളുടെ പുനർനിർമ്മാണത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. 2023 ഒക്ടോബർ 7-നാണ് പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് തള്ളിവിട്ട ആദ്യ ആക്രമണം ഉണ്ടാകുന്നത്. ഹമാസ് 100 കണക്കിന് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഇതിനെ തുടർന്ന് ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു. യുദ്ധം തുടങ്ങി 1 വർഷവും 3 മാസവും പിന്നിടുമ്പോഴാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പിലാണ് ലോകം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.